എന്തോ തെറ്റ് പറ്റിയിട്ടാണ് എനിക്കത് ദേവിയെയും ശ്രീകാന്ത് എന്നോട് വിളിച്ചു വരുത്തിയെന്ന് തോന്നുന്നു. കാരണം ഞാൻ ഓൺലൈനിൽ പഠിച്ചിട്ടില്ല, എനിക്കൊരു ഫേസ്ബുക്ക് പേജില്ല, വാട്സാപ്പും ഇല്ല. അതുകൊണ്ട് ഒറ്റ വാക്കി പറഞ്ഞാൽ മനസ്സമാധാനത്തോടുകൂടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ തിരിഞ്ഞുനോട്ടം ആവശ്യമെന്ന് തോന്നാറുണ്ട് പലപ്പോഴും. തിരിഞ്ഞുനോട്ടം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ അധ്യാപകർ, ഇന്നത്തെ വിദ്യാർത്ഥികൾ, ഇന്നത്തെ വിദ്യാഭ്യാസ ലക്ഷ്യങ്ങൾ, ഇതൊക്കെ പലപ്പോഴും പല സമയത്തും തിരിഞ്ഞു നോക്കാനും പല വേദിയിലും പങ്കിടാനും സാധിച്ചിട്ടുണ്ട്. പലപ്പോഴും പല ഇൻ്റർവ്യൂവിലും ചോദിച്ചിട്ടുണ്ട്, എന്നാണ് ഒരു ഡോക്ടറാകാൻ തീരുമാനം എടുത്തതെന്ന്. എനിക്ക് ഒറ്റ ഉത്തരവേ ഉള്ളൂ, ഞാൻ ഇപ്പോഴും തീരുമാനിച്ചിട്ടില്ല. അതായിരുന്നു ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാരെന്ന് പറഞ്ഞത്. അതായത് 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 4ാം ക്ലാസ്സിനെ കുറിച്ച് മാത്രം ആലോചിക്കുക, 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 5ാം ക്ലാസ്സിനെ കുറിച്ച് പഠിക്കുക. നിങ്ങൾ പഠിക്കുക. പക്ഷേ ഇന്നസെൻ്റ് ഒരു പുസ്തകം വായിച്ചാണ്, ക്യാൻസർ അവാർഡിൽ ചിരി. അപ്പോൾ ഇന്നസെൻ്റ് പറഞ്ഞിട്ടുണ്ട്, അതായത് ഇന്നസെൻ്റ് ഏറ്റവും കൂടുതൽ സമയം ചിലവാക്കുന്നത് പഠിക്കാൻ വേണ്ടി വെക്കേഷൻ പീരീഡിലാണ് പറയുന്നത്. അപ്പോൾ ഇന്നസെൻ്റ് പറയാൻ കാരണം, ഒരേ സ്ഥലക്കാർ, ഞാലക്കുടക്കാർ, ഒരേ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പഠിച്ച ആൾക്കാർ, അതുകൊണ്ട് കുറച്ചൊക്കെ ഇന്നസെൻ്റിനെ കുറിച്ച് പറയാനുള്ള അവകാശമുണ്ട്. അപ്പോഴാരോ ചോദിച്ചു, ഈ വെക്കേഷൻ കാലത്ത് എന്ത് ആണ് ഇത്രയധികം പഠിക്കുക? അപ്പോൾ ഞാൻ പഠിക്കുകയല്ല ചെയ്യുന്നത്, അടുത്ത വർഷത്തേക്കുള്ള ഇമ്പോസിഷനൊക്കെ എഴുതി വയ്ക്കുക എന്ന് പറയും. കാരണം അടുത്ത വർഷം ക്ലാസ്സിൽ പോകുമ്പോൾ ഓരോ ദിവസം ടീച്ചർ ചോദിക്കുമ്പോൾ ഞാനായിരിക്കും അടുത്ത ദിവസം തന്നെ ആ ഇമ്പോസിഷൻ കൊണ്ട് കാണിക്കുന്നത്. അങ്ങനെ ഒരു കുട്ടിക്കാലം ഉണ്ടായിരുന്നു ഞങ്ങൾക്കൊക്കെ. കളിച്ചും ചിരിച്ചും, സത്യം പറഞ്ഞാൽ നാളെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ കുട്ടികളായിട്ട് വളർന്ന ഒരു സമയമുണ്ടായിരുന്നു. ആ കുട്ടിക്കാലം ഇന്ന് ഇല്ല, നഷ്ടപ്പെട്ടു പോയി. ഇന്ന് ജനിച്ച് വീഴുമ്പോൾ തന്നെ ഡോക്ടറാകാനും എഞ്ചിനീയറാകാനും കളക്ടറാകാനും ഒക്കെയുള്ള ഒരു തയ്യാറെടുപ്പ്. അതുകൊണ്ട് തന്നെ കുട്ടിക്കാലമില്ല, വെക്കേഷൻ പീരീഡുകളില്ല, മുത്തച്ഛനെയും മുത്തച്ഛയും വേണ്ട. അങ്ങനെ ഒരു വേറെ ലോകത്തേക്ക് പോയി കഴിഞ്ഞാൽ ശരിയാണോ തെറ്റാണോ എന്ന് ഒരുപക്ഷെ ഇവരൊക്കെ ആയിരിക്കും പറയട്ടെ, കാരണം പുതിയ തലമുറ പറയുന്നത്. പക്ഷെ അത് നഷ്ടപ്പെടുന്നുണ്ട്, സംശയമൊന്നുമില്ല, നഷ്ടപ്പെടുന്നുണ്ട്. അതിൻ്റെ പ്രത്യാഘാതങ്ങളാണ് ഒരു വശത്തിരുന്ന് ഞാനൊക്കെ കാണുന്നത്. 25-30 വയസ്സാകുമ്പോഴത്തേക്കും ആരോഗ്യം ഇല്ല, വലിയ പൊസിഷനിലാണ്, പക്ഷേ അസുഖങ്ങൾ. അതാണ് നേരത്തെ ശ്രീകാന്ത് പറഞ്ഞത്, വിത്തൗട്ട് ഹെൽത്ത് ദെയർ ഈസ് നത്തിങ് എന്ന് പറയാൻ കാരണം അതുണ്ട്. നമ്മൾ അവിടെ ഒന്നും ചിന്തിക്കുന്നില്ല. അവിടെ നോട്ട് ഫിസിക്കൽ ഹെൽത്ത് അലോൺ, മെൻ്റൽ ഹെൽത്ത്, മാനസിക ആരോഗ്യം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്ത് എടുക്കുകയാണെങ്കിൽ പറയാം, ഞങ്ങളുടെ കൂടെ വന്ന് ജോലി ചെയ്യുന്ന കുട്ടികളിൽ 80% ദേ ആർ മെൻ്റലി ബ്രോക്കൺ ഇൻ ദി സെൻസ് ദേ ആർ നോട്ട് ഏബിൾ ടു അഡ്ജസ്റ്റ്. സമൂഹമായിട്ട് ഇഴുകിച്ചേർന്ന് സമൂഹത്തിൻ്റെ ഭാഗമായിട്ട് ജീവിക്കാനുള്ള ഒരു കഴിവ് അവർക്ക് കിട്ടുന്നില്ല. സ്മോൾ ക്രിറ്റിസിസം ഈസ് ഇനഫ്. ഞാൻ പാട്ടിൽ ഇന്നലെ പറഞ്ഞു, സിസ്റ്റർമാർ നല്ല നല്ല സിസ്റ്റേഴ്സ് ഉണ്ട്. ഒരു പേഷ്യൻ്റ് വന്ന് ഒന്ന് വഴക്ക് പറഞ്ഞാൽ ദേ ആർ ബ്രോക്കൺ. അവർ പറഞ്ഞു, they cannot accept it.
ഇപ്പം ഞാൻ തമാശയ്ക്ക് ഞങ്ങളുടെ കൂടുതൽ പറയും ദിവസവും രാവിലെ കുറച്ചെങ്കിലും വഴക്ക് കേൾക്കണം. അപ്പോൾ നമ്മൾ ആ ഡേ ബിക്കംസ് ഡേ ടു റിമെമ്പർ ഫോർ യു. അല്ലേ, മുനിസിപ്പാലിറ്റി അങ്ങനെയല്ലേ? അല്ലേ, ശരി. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഐ തിങ്ക് വി ആർ നോട്ട് മെൻ്റലി പ്രിപ്പയറിങ് ദം ടു ഫേസ് ലൈഫ്, ടു ഫേസ് കോൺസിക്വൻസസ്. എനിക്ക് തോന്നുന്നത് ടീച്ചർമാരുടെ ഏറ്റവും വലിയ ധർമ്മം സയൻസ് പഠിപ്പിക്കലും മാത്സ് പഠിപ്പിക്കലൊന്നുമല്ല, ടു ഗ്രൂം എ ചൈൽഡ്. ഒരു കുട്ടിയെ വളർത്തി ആ കുട്ടിയെ രൂപാന്തരപ്പെടുത്തി ഈ ലോകത്തിൽ ജീവിക്കാൻ, സമൂഹത്തിൽ ജീവിക്കാൻ പ്രാപ്തരാക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഈ കെയർ ബിക്കംസ് എ വെരി സക്സസ്ഫുൾ ഓർഗനൈസേഷൻ. അതായിരിക്കണം നിങ്ങളുടെയൊക്കെ ധർമ്മം. ഇപ്പം ഞാൻ എന്നോട് ചോദിച്ചാൽ, ഞാൻ MBBS പഠിച്ച അനാറ്റമിയും ഫിസിയോളജിയും ബയോകെമിസ്ട്രിയൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ സ്കൂളിൽ എന്നെ പഠിപ്പിച്ച രാമനാഥ മാഷയും മലയാളത്തിലെ ഉപമയും അലങ്കാരങ്ങളും അല്ലെങ്കിൽ നൃത്തങ്ങളും, സാനുഭാഷ പഠിപ്പിച്ച ജീവിത ശൈലിയും ജീവിത രീതികളൊക്കെ ഒന്നും ഇതുവരെ മറന്നിട്ടില്ല. ദാറ്റ് ഈസ് യുവർ ബേസിക് ഫൗണ്ടേഷൻ. അത് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നവരാണ് ഞങ്ങൾ ഇരിക്കുന്നതിൽ ഭൂരിഭാഗം ആൾക്കാരും. അതുകൊണ്ട് നിങ്ങൾ ഓരോ ദിവസവും 1 മണിക്കൂർ ഒരു കുട്ടിക്ക് വേണ്ടി ചിലവാക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു, എക്സാമ്പിൾ പറഞ്ഞുള്ളൂ, അതിൽ ഒരു 15 മിനിറ്റെങ്കിലും ആ കുട്ടിയെ രൂപാന്തരപ്പെടുത്താൻ, ആ കുട്ടിക്ക് ഭാവിയിലേക്കുള്ളൊരു വാത തുറന്നു കൊടുക്കാൻ. ഐ നോട്ട് ടോക്കിംഗ് ഇൻ ടേംസ് ഓഫ് എ പ്രൊഫഷൻ, അതല്ല ഉദ്ദേശിക്കുന്നത്. ജീവിക്കാൻ പഠിപ്പിക്കണം. ദാറ്റ് ഷുഡ് ബി എ പോയിന്റ്. അങ്ങനെ വരുമ്പോൾ ഇവിടെ എല്ലാ പ്രൊഫഷണൽ ആൾക്കാരുണ്ട്. പക്ഷെ ഞാൻ പറയും 2 പ്രൊഫഷനാണ് ജീവിതത്തിലെ ഏറ്റവും സന്തോഷം തരുന്നത്. ഒരു പ്രൊഫഷൻ ഞാൻ വന്നുപെട്ട ഡോക്ടർ പ്രൊഫഷനാണ്. വി ഗീവ് ബാക്ക് ലൈഫ്. അത് ഒരു മുനിസിപ്പൽ കൗൺസിലർക്കും, ഒരു ചീഫ് മിനിസ്റ്റർക്കും, ഒരു പ്രൈം മിനിസ്റ്റർക്കും ഒരു ആൾക്ക് സാധിക്കില്ല. ബിക്കോസ് ദാറ്റ് ഈസ് വാട്ട് വി ഗീവ് ബാക്ക്. അതേപോലെ ഒരു കുട്ടിക്ക് ജീവിതം കൊടുക്കുന്ന ഒരു ടീച്ചർമാരാണ്. സോ ദാറ്റ് ബിക്കംസ് ഈക്വലി ഇമ്പോർട്ടൻറ്റ്. ഈ 2 പ്രൊഫഷൻ ഞാൻ പറയും, ബാക്കി എന്തൊക്കെ നമ്മൾ പറഞ്ഞാലും ഈ 2 പ്രൊഫഷൻ ഹാസ് ഗോട്ട് എ ബ്യൂട്ടി ബിഹൈൻഡ് ഇറ്റ്. അപ്പോൾ ആ മേഖലയിൽ ജോലി ചെയ്യുന്ന ഞങ്ങളെല്ലാവരും യു ഡിസർവ് എ ബിഗ് അപ്ലോസ്. കാരണം അവിടെ പഠിപ്പിക്കുക എന്ന് മാത്രമല്ല, ഓരോ കുട്ടിയെയും രൂപാന്തരപ്പെടുത്തി എടുക്കുമ്പോൾ നിങ്ങൾ അറിയാതെ ആ കുട്ടിക്ക് പകർന്നു നൽകുന്ന കുറേ സന്ദേശങ്ങളുണ്ട്, ജീവിത മാർഗങ്ങളുണ്ട്, ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളുണ്ട്. അതാണ് ആ കുട്ടിയെ ഏത് പ്രൊഫഷനാണെങ്കിലും മുന്നോട്ട് നയിക്കുന്നത്. അപ്പോൾ അങ്ങനെ പോകാൻ സാധിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുകയാണ്. ചെറിയ കാര്യങ്ങൾ പറഞ്ഞുതരാം. കുട്ടികളുടെ ഭാഗത്ത് നിന്ന് ഞാൻ പറയാം. എൻ്റെ ഒരാളുടെ പേര് പറയുന്നത്, ഒരു മോനെ കുറച്ച് നാളത്തേക്ക് ഞാനാണ് ഇത് നോക്കുക. കാരണം എൻ്റെ ഭാര്യ കൂടെയില്ലായിരുന്നു. ഷീ വെന്റ് ഫോർ എ കോഴ്സ്. അപ്പം ഞാനാണ് അവനെ നോക്കിക്കൊണ്ടിരുന്നത്. തിരുവനന്തപുരത്തിൽ ഒരു പ്രധാന സ്കൂൾ, വലിയ സ്കൂൾ. ഇവൻ UKG-യിലാണ്. എല്ലാ ദിവസവും എനിക്ക് കോള് വരും സ്കൂളിൽ നിന്ന്. ഞാൻ പ്രിൻസിപ്പലിനെ കാണാൻ പോകും. പ്രിൻസിപ്പൽ പറയും, ഹീസ് നോട്ട് അപ് ടു ദി മാർക്ക്. അപ്പോൾ UKG കുട്ടിയിൽ എന്താണ് അപ് ടു ദി മാർക്ക് എനിക്ക് എപ്പോഴും മനസ്സിലായിട്ടില്ല. നോട്ട് അപ് ടു ദി മാർക്ക്, യു ഹാവ് ടു ഇംപ്രൂവ്, യു ഹാവ് ടു ഇംപ്രൂവ്. വാട്ട് ടു ഇംപ്രൂവ് ഐ ഡോണ്ട് നോ. UKG-യിൽ ഐ ഡോണ്ട് നോ വാട്ട് ടു ഇംപ്രൂവ്. അങ്ങനെ കുറേ ദിവസം പോയി. ഒരു ദിവസം ഭാര്യ തിരിച്ച് വന്നപ്പോൾ അവരോട് ചോദിച്ചു, എന്താ പ്രശ്നം എന്നുണ്ടെന്ന് വെച്ചു. പറഞ്ഞു, ടീച്ചർ എന്നോട് ചോദ്യം ചോദിക്കും, ഐ വിൽ നോട്ട് ഓപ്പൺ മൈ മൗത്ത്. ഞാൻ സംസാരിക്കും, ഉത്തരം പറയില്ല. ആദ്യം സംഭവിക്കില്ലായിരുന്നു. അവസാനം ചോദിച്ചു, വൈ ആർ ഡൂയിങ് സോ എന്ന് ചോദിച്ചു. എന്താണ് കാര്യം എന്ന് വെച്ചു. ഇതേപോലെ ഒരു ദിവസം എല്ലാം പഠിപ്പിച്ചു വിട്ടു. അവിടെ ചെന്നു, ടീച്ചർ ചോദിച്ചു, ഒരു ഉത്തരം പറഞ്ഞില്ല. തിരിച്ചു വന്നു. then she asked him, what is the problem? അവൻ പറയും, ഞാൻ ആ ക്ലാസ്സിൽ, അവനിങ്ങനെ പറയാം, അവൻ്റെ വാക്ക് തന്നെ ഞാൻ പറയാം, അമ്മയ്ക്ക് അറിയാമല്ലോ ഞാനാണ് ഏറ്റവും നല്ല ആ ക്ലാസ്സിൽ പാട്ട് പാടുന്ന കുട്ടി. പക്ഷേ
പാട്ട് പാടാൻ പറഞ്ഞ് ഞാൻ എഴുന്നേറ്റിരുന്നാൽ എന്നെക്കൊണ്ട് ഒരു ദിവസം പഠിപ്പിക്കില്ല. ഒരൊറ്റ കുട്ടിയെ കൊണ്ടേ പഠിപ്പിക്കുള്ളൂ, വേറൊരു കുട്ടിയെ കൊണ്ടും പഠിപ്പിക്കില്ല. അതുകൊണ്ട് ആയെക്കൊണ്ട് റെബിലസ് ആറ്റിറ്റ്യൂഡ്. കാരണം ആ ടീച്ചർ ചോദിക്കുന്ന ഒരു ചോദ്യം ഞാൻ ഉത്തരം തരില്ല. ദാറ്റ്സ് എ സൈക്കോളജി ഓഫ് എ ചൈൽഡ്. അത് ശരിയാണോ തെറ്റാണെന്നല്ല, അതേ ആൾ തന്നെ ഒരു പക്ഷേ നമ്മളെക്കാളൊക്കെ ബുദ്ധിമാന്മാരെന്നോട് പറയാം. അന്ന് UKG എനിക്ക് വന്നവർക്ക് പരീക്ഷയ്ക്ക് ഉത്തരം പറഞ്ഞാൽ മതി, എഴുതണ്ട. അപ്പം ഹിന്ദിയാണ്, 1ാം ക്ലാസ്സിലോ 2ാം ക്ലാസ്സിലോ തോന്നുന്നു. രാവിലെ പരീക്ഷയ്ക്ക് പോവുകയാണ്. അപ്പോൾ അവരോട് ചോദിച്ചു, എല്ലാം പഠിച്ചിട്ടുണ്ട്? ഞാൻ എല്ലാം പഠിച്ചിട്ടുണ്ട്, ഒരു പ്രശ്നമില്ല, എല്ലാം പഠിച്ചിട്ടുണ്ട്. ഒരു പോയമുണ്ട്, ഒരു 4 സ്റ്റാൻസുള്ള പോയമുണ്ട്. അപ്പോൾ അത് പറയണം, എല്ലാവർക്കും പറയേണ്ടി വരും. അപ്പോൾ ചോദിച്ചു, മാമൻ പറയും ഞാൻ പഠിച്ചിട്ടുണ്ട്. പിന്നെ 3ാമത്തെ സ്റ്റാൻസ് മാത്രം പഠിച്ചിട്ടുണ്ട്, 1ഉം 2ഉം 4ഉം അവന് വായിച്ചിട്ട് പോലുമില്ല. അപ്പോൾ എന്നോട് ചോദിച്ചു, നീ എങ്ങനെ ഇനിയിപ്പോൾ പരീക്ഷയ്ക്ക് എഴുതും? കുഴപ്പമില്ല, ചോദ്യം ചോദിക്കുമ്പോൾ 1, 2, 3, ഞാൻ 3ാമതിരിക്കുന്ന കുട്ടിയാണ്, 4, 5 അങ്ങനെ പൊക്കമുള്ളൂ. അപ്പോൾ ഞാൻ എന്നോട് ചോദിക്കുമ്പോൾ തീർച്ചയായും 3ാമത്തെ സ്റ്റാൻസേ വരുള്ളൂ, വേറെ ഒന്നും വരില്ല. പൊക്കോളാൻ പറഞ്ഞു. പരീക്ഷ കഴിഞ്ഞ് ഹാപ്പി ആയിട്ട് വന്നു. അവൻ പറഞ്ഞു, എന്നോട് ചോദ്യം ചോദിച്ചാൽ ഉത്തരം പറഞ്ഞു. ഒരു നമ്മളെക്കാളൊക്കെ വളരെ ഉയർന്ന തലത്തിലുള്ളൊരു കുട്ടി അല്ലേ, ബിക്കോസ് ഹീ ഈസ് വെരി പ്രാക്ടിക്കൽ ഇൻ ദിസ് അപ്രോച്ച്. ഇതൊക്കെ ഓരോ കുട്ടികളും കാണുന്ന കഴിവുകളും അവരുടെ ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇന്നലെ ഞങ്ങളുടെ സംഭവം ഉണ്ടായി. 3ാം ക്ലാസ്സിൽ പഠിക്കുന്നൊരു കുട്ടി രാവിലെ 1:30 മണിക്ക് എഴുന്നേറ്റ് ബ്രസീലിൻ്റെ ഫുട്ബോൾ മാച്ച് കാണാണ്. അലാറം വെച്ച് എഴുന്നേറ്റ് കാണാണ്. അപ്രീഷിയേറ്റീവ് ബിക്കോസ് അവൻ്റെ ഹീ ഈസ് ഫോളോയിങ് ദി ഹോൾ വേൾഡ്. അവിടെയൊക്കെയാണ് നമുക്ക് വരുന്ന പരാജയം. നമ്മൾ വിചാരിക്കുമ്പോൾ അവൻ്റെ 1:30ക്ക് ഉറങ്ങണം, അവൻ 8 മണിക്ക് ക്ലാസ്സിൽ പോകണം. ബിയോണ്ട് ദാറ്റ് വി ഡോണ്ട് തിങ്ക്. അതുകൊണ്ട് എൻ്റെ കുട്ടികൾ വളർന്നു വരുമ്പോൾ എല്ലാ സിനിമയും കാണണം, എല്ലാ കളികളും കാണണം. ദേ ഷുഡ് ബി ഏബിൾ ടു അപ്രിഷിയേറ്റ് ദി ഹോൾ വേൾഡ്. ഈ ലോകത്ത് നടക്കുന്ന എല്ലാ സംഭവങ്ങളുടെയും ഒരു ഭാഗമായിട്ട് ആ കുട്ടിക്ക് ജീവിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഹീസ് എ ലോസ്റ്റ് പേഴ്സൺ. ഹീ ഈസ് നോട്ട് ഫിറ്റ് ടു ലിവ് ഇൻ ദിസ് വേൾഡ് ആൻഡ് ഹീ ബിക്കംസ് എ ഫെയിലിയർ ഇൻ ദിസ് ലൈഫ്. അതൊരിക്കലും സംഭവിക്കാൻ പാടില്ല എന്ന് മാത്രം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് അവിടെയൊക്കെ ഒരു ടീച്ചറുടെ പങ്കും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ സാധിച്ചാൽ ഐ തിങ്ക് യുവർ EQ വിൽ ബിക്കം എ വി കെയർ ഫോർ ഓൾ ഓഫ് യു. അങ്ങനെ പോകാൻ സാധിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെയൊക്കെ അനുഭവത്തോടുകൂടെ ഇന്നത്തെ നിങ്ങളുടെ 6ാമത്തെ ജന്മദിനം ഞാൻ ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യുകയാണ്. നന്ദി, നമസ്കാരം.